ഇന്നൊന്നാളല്ലേ? അല്ല, ഇന്നൊന്നാളല്ല. ഞാൻ 5-ാം ദിവസമായി. ആയിക്കോട്ടെ. നിങ്ങളുടെ പേരെന്താ? രാജി. രാജി. എവിടെ സ്ഥലം? ഇരിഞ്ഞാലക്കുട നടവൻ. ഓക്കെ, ഇരുന്നോ. ഇപ്പൊ പെയിൻ ഇല്ലല്ലേ? വട്ടം പെയിനാണ്. എത്ര നാളായിട്ടുള്ള വേദന? എനിക്ക് ഒരു 5-6 വർഷമായിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടു നടക്കായിരുന്നു. ഇപ്പൊ MRI ചെയ്തപ്പോ അവിടെ ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു. കാലിലേക്കൊക്കെ വേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് പെയിൻ ഉണ്ട്? കാലിലേക്ക് ഇറങ്ങണ പെയിൻ? ഇവിടെ വരുമ്പോ ബോഡിയിൽ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക്. കാലിൽ നല്ല വേദനയാ. സ്റ്റെപ്പൊക്കെ എനിക്ക് വെച്ചാൽ ഒരു പിടിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് വെക്കാൻ. ഇപ്പൊ പക്ഷെ എനിക്ക് ഇത്രയും വഴി ബസ്സിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഭയങ്കര സുഖമാണ്. ഇപ്പൊ ഇരിഞ്ഞാലക്കുട നട വരുമ്പോ ബസ്സിൽ എല്ലാ ദിവസവും ബസ്സിലാണ് വരുന്നത്. ഞാൻ 5-ാം ദിവസമാണ്. 5-ാം ദിവസം. ഈ 4 ദിവസം ചെയ്തതിന്റെ ബെനിഫിറ്റ് നല്ല ബെനിഫിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇരിഞ്ഞാലക്കുട വരെ തന്നെ എനിക്ക് ഒരു ഓട്ടോറിക്ഷ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിൻ ആവും. ആ ആൾക്ക് ഇത്രയും വഴി വന്നിട്ട് ഫസ്റ്റ് ദിവസം മാത്രം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. 2-ാം ദിവസം കൊണ്ട് എനിക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് ആണ് കൂടുതലും. അയ്യോ നാളെ പോണം എന്നുള്ള. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര നമുക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. മേലുവേദനയായിട്ട് ഫുള്ള് ബോഡി പെയിനായിരുന്നു. ഇപ്പം രാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റിട്ടാണ് വീട്ടിലെല്ലാ ജോലിയും കഴിച്ച് വെച്ചിട്ട് പോறது. നല്ല എനർജിയാ. സത്യത്തിൽ നടുവേദന പറഞ്ഞാ വന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് എനർജി ഉണ്ടെന്നാ പറയണേ. മരുന്ന് കൊടുത്തിട്ടില്ല, പിടിച്ചിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും റിസൾട്ട് ഉണ്ട്. ബാക്ക് പെയിൻ, സയാറ്റിക്ക പെയിൻ, കാലിലേക്ക് ഇറങ്ങണ സയാറ്റിക്ക പെയിന് നല്ല മാറ്റമുണ്ട്. കുറവുണ്ട്. സാധാരണ യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും കുറഞ്ഞു. 90% കുറഞ്ഞു. 90% കുറഞ്ഞിട്ടുണ്ട്. ബാക്കി 10%-ത്തിനാണ് അല്ലേ? എന്നാലും അത് അങ്ങോട്ട് മാറി കിട്ടി അതിൽ ആവുമല്ലേ ഓർത്തിട്ടാ. മനസ്സിലായ ഒരു വൈകാതെ അതിൽ പോയതല്ലേ അല്ലേ? 3 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളൂ അല്ലേ? അതെ. 5-ാം ദിവസം. 5-ാം ദിവസം. ഓക്കെ. ഇപ്പൊ എന്താണ് എന്താക്കി നടു എന്താക്കിന്ന് പറഞ്ഞത്? കുറവുണ്ടെന്നല്ല, ഇല്ലേ തോന്നുന്നു. അവരോട് പറഞ്ഞേക്ക്. ഇവിടെ ഭയങ്കര വലിയ സയാറ്റിക്കാരനൊക്കെ ഇരിപ്പുണ്ട്. അയാള് പറയണത് നെഗറ്റീവായിട്ടല്ല, അയാളുടെ വേദന ഉണ്ടാന്ന് പറയണേ. അല്ല, വേദന കൊണ്ടല്ല. വേദനയൊക്കെ ഇവിടെ മാറും, രോഗമൊക്കെ മാറും. പക്ഷെ രോഗമല്ലാത്ത ചില നെഗറ്റീവ്സ് ഉണ്ടാവും. അത് അവരൊന്നും മാറാൻ തയ്യാറാണ്. ഇപ്പൊ എനിക്ക് മാറിയിട്ടോ. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ ഇന്ന് ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ സാറ് കഴിഞ്ഞവരെ വേദനയുള്ളവർ വീണ്ടും ഇരിക്കാൻ പറയുമ്പോ ഞാൻ ഇരിക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് നല്ല പെയിൻ ആയ കാരണം ഞാൻ വീണ്ടും കണ്ണു തുറക്കാതെ ഇരുന്നു. ഇപ്പൊ എനിക്ക് കുറവുണ്ട്. കുറവല്ല, മാറിയെന്ന് തന്നെ പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല വേദനയായിരുന്നു. ഓക്കെ. ബാക്ക് പെയിനിന് ഒത്തിരി കാശ് ഒരുപാട് ആളുകൾക്ക് ചെലവാക്കണല്ലേ? അപ്പൊ വെറുതെ ഒരു വീഡിയോട് ഇന്ന് രാവിലെ ഈ സെഷൻ ചെയ്തു, 22 പേർക്ക് ചെയ്തു. അപ്പോ 22 പേർക്ക് ഇതേപോലെ തന്നെ നെറ്റ് അടിച്ചായിരുന്നു. പെയിൻ മാറിയായിരുന്നു. അപ്പൊ വന്നൊരാശയമാണ് എന്തായാലും ലൈവ് ഇടാന്ന്. ഇതിങ്ങനെ കുറെ കാലമായിട്ട് നമ്മളിവിടെ ചെയ്യണ. പക്ഷെ നാട്ടുകാരെ അറിയാറില്ല. നാട്ടുകാരെ അറിയിക്കാൻ കിടക്കണതല്ലേ? ഇവരോട് പിന്നെ ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഇവര് പറയില്ല. പിന്നെ പറയാൻ ഭയങ്കര ഇപ്പൊ മാറുമ്പോ കിട്ടുന്ന രസം വേറെ ആയിരിക്കും അല്ലേ സാറേ? വേറെ ആരാ? ദൂരം കുറഞ്ഞു, പകുതി കുറഞ്ഞു. കാഴ്ചവേദന എത്ര നാളുകൾക്ക് കാഴ്ചവേദന? 3 വർഷമായി. നിങ്ങളുടെ നടുവിന് ഇരുന്നാലല്ലേ അറിയാം? നടുവിന്റെ സൈഡിലെ പെയിൻ വരാ? ആ സൈഡിൽ. ഇരുന്ന പെയിൻ വരൂലേ? വരുമോ നോക്കി. ഇരിക്കുമ്പോ തന്നെ അറിയേണ്ടതാണോ? ഇരിക്കുമ്പോ തന്നെ അറിയേണ്ടതാണ്. ഇപ്പൊ പെയിൻ ഇല്ല. ഓക്കെ. വട്ടമാണോ? ലൈൻ വേറെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഇത് ഇടയ്ക്കുണ്ട്. ഇപ്പൊ ഉള്ളത് ഏതാ? ഇതാ. ചേഞ്ച് ഉണ്ട്. എന്തോരം? ഒരു 50%.
50%. ഇത് കേൾക്കൂല, അങ്ങോട്ട് കേൾക്കൂല. 50% ചേഞ്ച് ഉണ്ട്. 50% ഉണ്ട്. അതായത് 50% മാറ്റം ഉണ്ട്. ഈ ഞെട്ടൊടിച്ച് അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ചോദിച്ചു. ഇതിന് കുറച്ചുകൂടി കഴിയുമ്പോ പിന്നെ മാറും. ഇവര് കേൾക്കണോ, നിങ്ങൾ പറയണ ഇവരോട് കേൾക്കണോ കേട്ടാ, എന്നാലല്ലേ. നിങ്ങൾ ഇരിക്കും, ഞാൻ വരാം. അപ്പൊ അതായിരിക്കും നല്ലത്. 50% ചേഞ്ച്. 50% ഇനിയിപ്പോ എവിടെ മാറാത്തത്? ഇവിടെ വെച്ചാൽ അടയ്ക്കുക, ഇവിടെ തിരിച്ചറിഞ്ഞു. ഓക്കെ. 50% നേരത്തെ ഉണ്ടായ 50 ബെറ്റർ ദാൻ ബിഫോർ. ഇപ്പൊ ഉണ്ടോ പെയിൻ? ഇല്ല, ഇല്ല, ഇപ്പൊ വേനില്ല. ഇപ്പൊ അതിലില്ല. നേരത്തെ ഉണ്ടായ 50 അത് മാറി, ഇപ്പൊ ബാക്കി 50 കൂടി ഉണ്ടായി, അത് മാറിയിരുന്നു. എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. ബാക്ക് പെയിൻ നാട്ടില് സത്യത്തില് രോഗചികിത്സ അല്ല, എന്നാലും പക്ഷെ ബാക്ക് പെയിൻ കൊണ്ട് നടക്കുന്നവർക്ക് അവർക്ക് അതാണ് വലുത്. സൈഡില് ഇടത് സൈഡില് ഭയങ്കര മതി, കുറഞ്ഞു, വേദന കുറഞ്ഞു. വേദന കുറഞ്ഞു എന്ന് പറഞ്ഞാല് എല്ലാം മാറി, ശരിക്കും മാറി. നല്ല വേദന ഉണ്ടായിരുന്നു. ആ ഉള്ളതല്ലേ? ആ സത്യം. ഞാൻ കാശ് തന്നിട്ടാണോ? അല്ല, നിങ്ങൾ കാശ് തന്നിട്ടല്ലേ ഇവിടെ പറഞ്ഞേ? അതെ. അല്ല, ചിലവർക്ക് അങ്ങനെ തോന്നും. ഇന്നൊന്നൊരു ക്ഷമിക്കിട്ടാ. ആരാ ബാക്ക് പെയിൻ നിങ്ങൾ സൂചിത്തിരിക്കുകയാണ്. നിങ്ങളെ ഹീലിംഗിന്റെ ടൈം കഴിഞ്ഞു. ഇന്നൊന്നല്ലേ, ഇന്നൊന്നുകൂടെ തുടങ്ങും. അങ്ങനെ പെയിൻ ഇപ്പൊ പെയിൻ എവിടെ ഉള്ളേ? ഓക്കെ, 2 സൈഡിലുണ്ട്. എത്ര നാളുള്ള പെയിനാ? ഇത് 2 വർഷമായ. എത്ര? 2-3 വർഷമായ. 2-3 വർഷമായതാ. ഉഴിച്ചിലെ തിരികെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. വേറെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല? ഇതിനായിട്ട് മരുന്നൊന്നും കഴിച്ചില്ല. ഓക്കെ. നാളെ എവിടെ? മാവേലിക്കര. മാവേലിക്കര. മാവേലിക്കര എന്ന് പറഞ്ഞാൽ ആലപ്പുഴ അല്ലേ? പഠിച്ചിട്ട്. ശരി ശരി. എന്താ അവസ്ഥ? ആശ്വാസം തോന്നുന്നുണ്ട്. എന്തോരം? 50%. 50%. 50 അല്ലേ? 50%. പകുതി മാറിയെന്നല്ലേ പറഞ്ഞേ? പകുതി മാറിയെന്നല്ലേ? ഇപ്പൊ ബാക്കിയോ? ഇപ്പം വേദന കുറഞ്ഞിട്ടുണ്ട്. വേദന കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തോരം? 90% കുറഞ്ഞിട്ടുണ്ട്. 90% കുറഞ്ഞു. ബാക്ക് പെയിൻ ആണ്. ഓക്കെ, എനിക്ക് ഞാൻ സൂചി കുത്തിയായിരുന്നു. ഇത് സത്യത്തില് യൂട്രസിന്റെ അതാണ് സത്യത്തില് യൂട്രസിന്റെ നടുവല്ലാന്ന് മനസ്സിലായോ? നടുവേദനല്ല കേട്ടാ. എന്താ പറഞ്ഞു? ആ മെക്ക് അടിച്ചു മാറ്റും. 50% കുറവാണ്. 50% കുറവുണ്ട്. നിങ്ങൾക്ക് 50 തന്നെ പറഞ്ഞാൽ ഭയങ്കര ലാഭാ. കാരണം യൂട്രസ് എടുത്ത് കളഞ്ഞല്ലേ, അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും എന്തായാലും ഉണ്ടാവും. എന്തായാലും അതിന്റെ ബാക്ക് പെയിൻ 50% കുറയാന്ന് പറഞ്ഞാൽ വേറെ റിസൾട്ടാ. കഴുത്തിന്റെ എവിടെ വേദന? കഴുത്ത് വേദന, നടുവിന് വേദന. അല്ല, എനിക്ക് വേദന ഉള്ള സ്പോട്ട് കാണിച്ചു തരണം. ഇപ്പൊ വേദന ഉള്ള സ്പോട്ട് കാണിച്ചു തരണം, എന്നാലും എനിക്ക് മാറുന്നത് കാണിക്കാൻ കഴിയുള്ളൂ. നടുവ്, കഴുത്ത്. അപ്പൊ പിന്നെ നിങ്ങൾ മൊത്തം ഒന്നും പറയണ്ട, വെറുതെ തമാശ പറഞ്ഞാ കൂട്ടിയെടുക്കണ്ട. അപ്പൊ മൊത്തം പ്രശ്നമല്ല നമ്മളിപ്പോ ചോദിച്ചത്. കഴുത്തുവേദന, നടുവേദന. നടു എന്താക്കി? മാറി, കുഴപ്പമില്ല. 50%. 50%. പറഞ്ഞു പറയരുത്. ഇല്ലല്ല, ഉള്ളതാണോ? അതെ. 50%. എത്ര നാളായിട്ടുള്ളതാ? ഒരു വർഷം 2 വർഷം യൂട്രസ് ഉണ്ടോ? ഉണ്ട്. കാലിന് മുട്ടുന്നുണ്ട്. പിന്നെ വരുന്നു. കാലിന്റെ മുട്ടാ പറയണേ.
ഞാൻ നാട്ടിൽ പോയിട്ടാ പറഞ്ഞോളൂ. ഇപ്പൊ സ്പൈനൽ കോഡ് മാത്രമേ നമ്മളിപ്പോ ചെയ്യുള്ളൂ. ആ ബലം പിടിക്കല്ലേ, ഞാൻ അത്ര ബലമില്ലാത്ത ആളാ. ഇപ്പോഴോ പെടലിയുടെ വേദന വിട്ടു വരുന്നുണ്ട്. നടുവോ? നടുവും ഇപ്പം വേദനയില്ല. അവരോട് പറയും. ഇപ്പൊ എനിക്ക് നടുവേദനയില്ല. ഒച്ചനെ പറയാ, എന്റെ കൂടെ ഉള്ള താത്തകൾ പറഞ്ഞേ, ഇങ്ങനെ അറിയാവുന്നോട്ടാ പറഞ്ഞേ. അതിന് ശരിയാക്കൂല. എനിക്കിപ്പോ ഇത് ചെയ്തതിന് ശേഷം നടുവിന് എപ്പോഴും വേദന. ഒന്ന് അങ്ങനെ പറയും, അങ്ങനെ പറയും. എപ്പോഴും വേദന പറയുന്ന ആളാ, എപ്പോഴും. എപ്പോഴും എനിക്ക് വേദന തന്നെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് പിടിച്ചിട്ടതിന് ശേഷം പെടലിയുടെ ചെവിയുടെ സൈഡിൽ നല്ല വേദന കുറവുണ്ട്, നടുവിനും വേദന കുറവുണ്ട്. കുറവുണ്ടെന്ന് പറഞ്ഞാൽ എന്തോരം? ഒരു 75%. ഗുഡ്. എവിടെ സ്ഥലം? തളിക്കുളം കിഴക്ക് അന്തിക്കാട് എന്ന് പറയും. എത്ര നാളുള്ള നാട് തന്നെ? 4 കൊല്ലേ. 4 കൊല്ലേ? എന്തെങ്കിലും ചെയ്തായിരുന്നോ അതിന് മുമ്പ്? ഒഴിച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. മിണ്ടല്ലേ ക്ലാസ്സിൽ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. സന്തോഷം വന്നാലും അവര് മിണ്ടു. ആയുർവേദം ഒഴിച്ചിൽ 2-3 പ്രാവശ്യം നടത്തി. വീട്ടിലൊക്കെ നടത്തിയാണ്. ഓക്കെ. ഇപ്പൊ പെയിൻ ഉണ്ട്? പെയിന് കഴച്ച് കഴക്കാം. എന്നിട്ട് കാലിന്റെ അടിയിലേക്ക് വരും. കാലിന്റെ അടിയിലേക്ക് വരും. കാലിന്റെ അടിയിലേക്ക് വരുന്നവരൊക്കെ എന്താണ്? സയാറ്റിക്കാരാ. പക്ഷെ സയാറ്റിക്കാരെല്ലാരും എന്തല്ല, നെഗറ്റീവ് ആരും അല്ല. സത്യ അത് വേറെ. തരിച്ചിട്ട് കരിച്ചിട്ട് നടക്കാൻ പറ്റണില്ല. എത്ര വയസ്സുണ്ട്? ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്? 67. ബൈപ്പാസ് കഴിഞ്ഞിട്ട് 67. 67. ഓക്കെ. ഒന്നുമില്ല, ആകെ ചെറിയൊരു വലി വലിക്കണേ. കൈ വലിക്കാൻ പോയപ്പോ തന്നെ എന്റെ ഹാർട്ട് പോയി കിടക്കണേന്ന്. ആയിക്കോട്ടെ, ഹാർട്ട് ഓപ്പറേഷൻ അല്ല ചെയ്തത്. എവിടെയൊക്കെ പിടിച്ച് കുടയുമ്പോഴേ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ബാക്ക് പെയിൻ ഉണ്ടോ? കുഴപ്പമില്ല, കുറച്ച് കുറവുണ്ട്. എന്തോരം കുറവുണ്ട്? കുറച്ച് കുറച്ച് പറഞ്ഞാൽ ഒരു 25%. 25% കുറവുണ്ട്. ഇനിയിപ്പോ എവിടെ പെയിൻ ഉള്ളത്? പിന്നെ മുട്ടില് ഉണ്ട്, അത് പറയാൻ പാടില്ലല്ലോ. ഇല്ല, നടുവിന്റെ പെയിൻ. നടുവിന്റെ പെയിൻ ഇപ്പൊ എവിടെ ഉള്ളത്? നടുവിന്റെ വേദന എവിടെ ഉള്ളത്? ഇവിടെ അവിടെ ഇപ്പൊ എവിടെ? ചന്തിയുടെ ഭാഗത്ത്. ഓക്കെ. നിങ്ങളൊന്നും ചെയ്യേണ്ടാന്ന് നിങ്ങളാവണം. നിങ്ങൾ എന്താക്കണം? ട്രീറ്റ്മെന്റ് ഒന്നുകൂടി ചെയ്യണം. അല്ല, നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് ഒന്ന് കയറണം. വില പിടിക്കല്ലേ. എന്താ ഇനി കുറയാതിരിക്കാൻ വേണ്ടിട്ടാണോ? എന്തോരം കൊണ്ടുണ്ട്? 50 മേലായിട്ടുണ്ട്. അത് മതി. ഇന്ന് ആദ്യമായിട്ട് വന്നതല്ലേ? എവിടെ വേദന? പുറത്തും പെടലിക്കും. ഓക്കെ. ഇപ്പൊ വേദന ഉണ്ടോ? ഉണ്ട്. എത്ര നാളായിട്ടുള്ള? പെടലിയുടെ 5-10 വർഷമായി. അന്ന് ബലം പിടിക്കണ്ട. പെടലിയുടെ 5-8 വർഷമായി. ആ, ഏത് സൈഡിലാണ് കൂടുതൽ പെയിൻ? എന്ത് ബലം? ഇവിടെ പെടലി തിരിയത്തില്ല. പെടല് തിരിയത്തില്ല. നമ്മുടെ മറ്റേ സിനിമയില് ഒരു പെടലി എന്ന് പറഞ്ഞൊരു കേസ് കണ്ടോ? മീശമാതാങ്കണ്ട പേര് പറഞ്ഞപ്പോ അവര് പറയും സിനിമ വേറെ പണിയൊന്നുമില്ലേ, സിനിമ കാണാ. കഴുത്തെങ്ങനെ ഉണ്ട്? കഴുത്ത് തിരിയണതിന്റെ കാര്യത്തിലല്ല, പെയിൻ കുറഞ്ഞു. എന്തോരം ഉണ്ട് വേദന. ഉണ്ട് വേദന ഉണ്ട്. നേരത്തെ വേദന ഇപ്പോഴത്തെ വേദന തമ്മിൽ എന്തോരം മാറ്റമുണ്ട്? പകുതി വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമല്ലേ? പകുതി വ്യത്യാസമല്ലേ? കാലിനിട്ട്
നിലത്ത് വെച്ചു ഈ കാല്. കാല് രണ്ട് ഇപ്പൊ മാറ്റി വെച്ചതാ. ഞാൻ ഒന്നും ചെയ്യ കാല് മുട്ടുമൊന്നും തൊടൂല കേട്ടാ. വേറെന്താ? എലിസബത്ത്. എലിസബത്ത്. ഇപ്പൊ കഴുത്തിന്റെ അവസ്ഥ എന്താ? ഇമ്പലത്തേലും കുറഞ്ഞു. ഇമ്പലത്തേലും വ്യത്യാസമുണ്ട്. ഇമ്പഴത്തേലും വ്യത്യാസമുണ്ട്. നേരത്തെ പകുതി ആർന്നെങ്കിൽ ഇപ്പൊ ഒരു മുക്കാലായിട്ടുണ്ട്. അവരോട് പറയേ. ഇപ്പൊ ഒരു മുക്കാൽ ഭാഗമായിട്ട്. ഇപ്പൊ ഇങ്ങനെയെങ്കിലും പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? കുറെ ഇരിക്കുന്ന ആളിനെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു. കെട്ടിയോനെ എന്താ നിങ്ങടാ? കെട്ടിയോനെ നിങ്ങള് തിരിയാത്തയില് ഭയങ്കര അങ്കലാപ്പിലായിരുന്നു. കെട്ടിയോനാണ് കാണേണ്ടത്. അപ്പോഴാണ് രസം ഉണ്ടാവുക. അവിടെ പോയിരിക്കണം. എന്താ അത്? കഴിഞ്ഞവര് പോകാൻ പറഞ്ഞാല് അശ്ശോ, കഴിഞ്ഞവര് പോകുമ്പോ ഞാൻ പറഞ്ഞോ എല്ലാ ഇത് പിന്നെ ശീലായവര് പോകാൻ പറഞ്ഞല്ലേ. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി നോക്കി. നേരത്തെ അവര് തിരിച്ച പോലെയാണ് ഇപ്പൊ തിരിക്കണേ. കഴുത്തിന്റെ വേദന എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ട് തന്നെ. വ്യത്യാസം എന്ന് പറഞ്ഞാല് സന്തോഷമാണോ വ്യത്യാസമാണോ? സന്തോഷം. എവിടെന്നാ വന്നേ? പന്തളം. എത്ര നാളായിട്ട് കഴുത്തിങ്ങനെ ആയി ഇരുന്നതാ? ഒരു 10 വർഷത്തോളമായി. 10 വർഷത്തോളായത്. ഇത്രയും തിരിഞ്ഞാല് ലാഭമല്ലേ? ഓപ്പറേഷൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്ന് പറയും. ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവും. ഞാൻ ചെയ്യത്തില്ല, ചെയ്യുന്നില്ലെന്ന് വെച്ച്. ചെയ്തവരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇതിന് മാറുമെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞാലനുസരിച്ച് മാറും ബാക്കി.